ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് യൂട്യൂബ് ചാനലിൽ കൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കുന്ന എല്ലാവർക്കും വരാകുന്ന യേശുക്രിസ്തുനാമത്തിൻ്റെ സ്നേഹം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പകൽക്കാലം എന്ത് പറയണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ അവൻ എന്നെ പഠിപ്പിച്ച ഒരു വചനമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വചനം പ്രയോജനപ്പെടുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കാരണം ഇത് എനിക്ക് പ്രയോജനപ്പെട്ടു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ബൈബിളുള്ളവർക്ക് എടുക്കാം. സങ്കീർത്തനങ്ങൾ 75:6. സങ്കീർത്തനങ്ങൾ 75:6 ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കാര്യങ്ങൾക്ക് വചനം തരുന്നപ്പോൾ എനിക്ക് പ്രയോജനപ്പെട്ട പോലെ കേട്ട ഓരോരുത്തർക്കും ഈ വചനം പ്രയോജനപ്പെടുന്നതിന് നന്ദി. സംസാരിക്കും ഇടപെടും പ്രാർത്ഥനയുടെ സുരക്ഷ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ആമേൻ ഭക്തൻ, പാട്ടുകാരൻ ആമേൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് ആമേൻ ഒരു വാക്ക് ഇവിടെ പറയുകയാണ്. ആ വാക്ക് ഇങ്ങനെയാണ്: കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എവിടെ നിന്നും ഉയർച്ച വരുന്നുണ്ട്, പക്ഷെ താൻ പറഞ്ഞ ഈ 3 ഭാഗങ്ങളിൽ നിന്നും തനിക്ക് ഉയർച്ച വന്നില്ലെന്ന് ഈ ഭക്തൻ പാട്ടിൽ കൂടെ പറയുന്നു. ഞാൻ എന്തുകൊണ്ട് പാട്ടെന്ന് പറയാൻ കാരണം, സങ്കീർത്തനം പാട്ട് രൂപേണ ആണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ താൻ പാട്ടിൽ കൂടെ താൻ പറയുന്നു, തെക്ക് നിന്നല്ല, കിഴക്ക് നിന്നുമല്ല, പടിഞ്ഞാറ് നിന്നല്ല ആമേൻ നിനക്ക് ഉയർച്ച വരുന്നത്. എന്നാൽ എവിടെ നിന്നോ ഉയർച്ച വരുന്നുണ്ടെന്ന് താൻ പറയുവാനും ഇടയായി മാറി. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ഇത് ആരെന്ന് നോക്കാം. നമുക്കത് നോക്കണമെങ്കിൽ 75-ാമത്തെ സങ്കീർത്തനത്തിൽ നിങ്ങൾ മുകളിൽ അവിടെ ഒരു കുറുവാക്യം എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇതൊരു ആസാഫിൻ്റെ സങ്കീർത്തനമായി കാണപ്പെടുന്നു. ആരാണ് ഈ ആസാഫ്? ഞാൻ ചരിത്രമൊന്ന് ചകഞ്ഞു നോക്കിയപ്പോൾ ആസാഫ് എന്ന വ്യക്തി ആരെന്ന് മനസ്സിലായി. അതൊരു ലേവ്യ ഗോത്രത്തിൽ ആമേൻ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ആസാഫ്. ആസാഫ് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് ആമേൻ ചരിത്രം പറയുന്നു. ദാവീദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ആസാഫ്. അന്ന് ദാവീദും സങ്കീർത്തന പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് ദാവീദിൻ്റെ അനുഭവങ്ങളും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെയും താൻ പാട്ട് രൂപേണ എഴുതപ്പെട്ടു. ഇതുപോലെ തന്നെ ഈ ആസാഫ് എന്ന വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെ താൻ പാട്ടിൽ കൂടെ ലോകത്തിനെ അറിയിക്കുകയുണ്ടായി. നമ്മൾ നോക്കി, ആസാഫ് ജനിച്ച ഗോത്രം ലേവ്യ ഗോത്രമാണ്. താൻ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ ജോലി എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, താൻ്റെ ജോലി സംഗീതം പാടുക, പാട്ടുപാടുക, സംഗീതജ്ഞനായിരുന്നു. ഈ 2 കാര്യം മാത്രമല്ല തനിക്കുണ്ടായിരുന്നത്, 3-ാമത്തെ കാര്യം തനിക്കുണ്ടായിരുന്നു. അതെന്നെ അതിശയിപ്പിച്ചു. 3-ാമത്തെ കാര്യം, താൻ പ്രവചിക്കുമായിരുന്നു. തനിക്ക് പ്രവചനപരം കൂടി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, എങ്ങനെ ഒരു പാട്ടുകാരന് തൻ്റെ അനുഭവങ്ങൾ പറയാൻ പറ്റും? തീർച്ചയായിട്ടും പ്രവചനമുണ്ടെങ്കിൽ സ്വർഗീയ ദൂത് അല്ലെങ്കിൽ വെളിപ്പാട് കിട്ടുവാനിടയായി മാറും. അതിൽ കൂടെ തൻ്റെ അനുഭവങ്ങളും ദൈവം എന്താണ് ഈ ഭൂമിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രവചനം ഉണ്ടായിരിക്കണം. പ്രവചനപരം നീങ്ങിപ്പോവും. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പൗലോസ് പറയുന്നുണ്ട്, ഇതൊന്നും പ്രവചനങ്ങൾ നീങ്ങിപ്പോവും, എല്ലാം നീങ്ങിപ്പോവും, സ്നേഹം മാത്രമേ നിലച്ചു നിൽക്കുള്ളൂ. എന്നാലും ഒരു വിശ്വാസിയാണോ, വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ, നിങ്ങൾക്ക് പ്രവചനപരം ഉണ്ടായിരിക്കണം. കാരണം അത് ദൈവത്തിൽ നിന്ന് തരുന്ന ദൂതാണ്. ആ ദൂത് നിങ്ങൾക്ക് കൈ കിട്ടിയാൽ മാത്രമേ ലോകത്തിൽ നിന്നും ഒരു വ്യക്തിയെ മാനസാന്തരത്തിലോട്ട് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഒരുപാട് രീതിയിൽ മാനസാന്തരത്തിൽ കൊണ്ടുവരാം, എന്നാൽ ഇതും ഒരു വഴിയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്കിവിടെ നോക്കാം. ആസാഫ് ഇവിടെ പറയുകയാണ്, ഉയർച്ച വരുന്നു. എന്നാൽ ഈ 3 സ്ഥലങ്ങളിൽ നിന്നല്ല ഉയർച്ച വരുന്നത്. 4-ാമതൊരു സ്ഥലത്ത് നിന്ന് ഉയർച്ച വരുന്നതായിട്ട് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായി. കാരണം താൻ 3 സ്ഥലങ്ങളുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മളെപ്പോഴും 4 സ്ഥലങ്ങളുണ്ടല്ലോ: വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. താൻ വടക്കിനെ ഇവിടെ ഉപേക്ഷിച്ചു, എന്നാൽ ബാക്കി 3 സ്ഥലങ്ങളെയും പറഞ്ഞു. അപ്പോൾ വടക്ക് ഇവിടെ പറയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി, താൻ ഇവിടെ ഉദ്ദേശിച്ചത് ഉയർച്ച വരും, പക്ഷെ അത് വടക്കിൽ നിന്നാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം അല്ലെങ്കിൽ തൻ്റെ ജീവിതം വെച്ചാണല്ലോ ഈ സങ്കീർത്തനം, ഈ പാട്ട് താൻ രചിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. നോക്കണമേ, തൻ്റെ ജീവിതത്തിൽ താൻ ഉയർച്ചയ്ക്ക് വേണ്ടി താൻ പല സ്ഥലങ്ങളിൽ നോക്കിയിരുന്നെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്.
തെക്ക് നോക്കിയിരുന്നു, ആമേൻ പടിഞ്ഞാറ് നോക്കിയിരുന്നു, കിഴക്ക് നോക്കിയിരുന്നു. എന്നാൽ ഈ 3 സ്ഥലങ്ങളിലും നിന്നും താൻ ഉദ്ദേശിച്ച ആ ഉയർച്ച കിട്ടിയില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ആമേൻ നീയും ഇതുപോലെ ആമേൻ ഉയർച്ചയ്ക്ക് വേണ്ടി പലരുടെ മുമ്പിൽ പോയി നിന്നിട്ടില്ലേ? പലരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ലേ? ആമേൻ തൻ്റെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുവാൻ വേണ്ടി പലരെയും തേടി പോയിട്ടില്ലേ? എന്നാൽ ഉയർച്ച വന്നോ? ആമേൻ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നുണ്ട്. എന്നാൽ എനിക്ക് എന്നോട് പറയാൻ പറ്റും, തീർച്ചയായിട്ടും ആമേൻ ഉയർച്ച കിട്ടിയില്ല. ഞാൻ തേടിപ്പോയ പല കരങ്ങളും ആമേൻ എന്നെ മടക്കി അയച്ചിട്ടേ ഉള്ളൂ. അതെനിക്കറിയാമായിരുന്നു. കാരണം ആമേൻ താനിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തനിക്ക് ഉയർച്ച ഉള്ള സ്ഥലം തനിക്ക് മനസ്സിലായി, ബാക്കി ഒരു സ്ഥലങ്ങളിൽ നിന്നും തനിക്ക് ഉയർച്ച ഉണ്ടായില്ല. ഈ ഒരു തിരിച്ചറിവാണ് ഇന്ന് ആമേൻ നിനക്കും എനിക്കും വേണ്ടത്. ആമേൻ എല്ലാ സ്ഥലങ്ങളിലും ഉയർച്ചയില്ല. ആമേൻ എല്ലാ സ്ഥലങ്ങളിലും ആമേൻ നീ വിചാരിക്കുന്ന ആമേൻ നന്മ നിനക്ക് കിട്ടണമെന്നില്ല. പക്ഷെ കിട്ടണമെങ്കിൽ ആമേൻ അതിൽ ദൈവത്തിൻ്റെ കരമുണ്ടായിരിക്കണം. ആമേൻ ദൈവം പറയുന്ന സ്ഥലത്ത് മാത്രമേ ഉയർച്ച ഉണ്ടായിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആമേൻ പല സ്ഥലങ്ങളിൽ പോയിട്ട് ആമേൻ പല നന്മകളും പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് ആമേൻ നാണം കെട്ട് കിട്ടാതെ ലഭിക്കാതെ നാണിച്ച് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾ ഭയപ്പെടേണ്ട. പാട്ടുകാരൻ പറയുന്നു, 3 വർഷങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ചുറ്റുപാടും ആമേൻ നിനക്ക് എതിരെ നിൽക്കാം. ആമേൻ നിനക്ക് കുറ്റം പറയാം, നിന്നെ ഒതുക്കി വയ്ക്കാം, ആമേൻ നിന്നെ മാറ്റി നിർത്താം. എന്നാൽ നീ പേടിക്കേണ്ട, നിനക്ക് ഉയർച്ച വരുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ആസാവ് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച ഈ 3 സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ഉയർച്ച വന്നില്ല, എന്നാൽ എനിക്ക് ഉയർച്ച വന്നു. എവിടെ നിന്നായിരിക്കും ആസാഫിന് ഈ ഉയർച്ച വന്നത്? നമുക്ക് നോക്കാം. ബൈബിൾ ഉള്ളവർക്ക് എടുക്കാം. ലേവ്യ പുസ്തകം 1:11. ലേവ്യ 1:11 ഞാൻ വായിക്കാം. ലേവ്യ 1:11 ഇങ്ങനെയാണ് പറയുന്നത്, അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിൻ്റെ വടക്ക് വശത്ത് വെച്ച് അത് അറക്കണം. ശ്രദ്ധിക്കണമേ, അവൻ യഹോവയുടെ യാഗപീഠത്തിൻ്റെ വടക്ക് വശത്ത് വെച്ച് അതിനെ അറക്കണം. അഹരോന്റെ പുത്രന്മാർ പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിൻ്റെ ചുറ്റും തളിക്കണം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഈ ഒരു തിരിച്ചറിവാണ് ആസാഫിനുണ്ടായത്. ആസാഫ് പറയുന്നുണ്ട്, താൻ പ്രതീക്ഷിച്ച നന്മകൾ അല്ലെങ്കിൽ ഉയർച്ച ഈ 3 വർഷത്തു നിന്നും കിട്ടിയില്ല. തെക്കുനിന്നും കിട്ടിയില്ല, പടിഞ്ഞാറിൽ നിന്നും കിട്ടിയില്ല, കിഴക്ക് നിന്നും കിട്ടിയില്ല. എന്നാൽ ആമേൻ സ്തോത്രം, ആമേൻ ഇവിടെ വചനം പറയുന്നുണ്ട്, ആമേൻ വടക്ക് വശത്ത് നിന്ന് ആമേൻ ഒരു ഉയർച്ച താൻ കണ്ടു. എങ്ങനെയാണ് വടക്ക് വശത്ത് നിന്ന് ആ ഉയർച്ച നമുക്ക് വന്നത്? ആമേൻ ആസാഫ് തൻ്റെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും താൻ പാട്ടിൽ കൂടെ ലോകത്തിനെ അറിയിച്ചു. ആമേൻ. എന്നാൽ താൻ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന നന്മ ആമേൻ ലോക നന്മയല്ല, ഒരു ആത്മീയ നന്മയായിട്ട് എനിക്ക് മനസ്സിലായി. അത് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ ഈ വചനം വായിച്ചപ്പോഴാണ്. ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, താൻ വിട്ടുപോയ ആ സ്ഥലം വടക്ക്, ആ വടക്കിലുള്ള പ്രത്യേകത, വടക്കിൽ നിന്ന് എന്ത് നന്മയാണ് വരുന്നത്, എന്ത് നന്മയെക്കുറിച്ചാണ് ആസാഫ് ആമേൻ പറഞ്ഞതെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, ആമേൻ വടക്ക് വശത്ത് വെച്ച് അതിനെ അറുക്കണം. എന്തിനെയാണ് വടക്ക് വശത്ത് വെച്ച് അറുക്കുവാൻ ആമേൻ ലേവ്യ പുസ്തകത്തിൽ ആമേൻ മോശയോട് ദൈവം അരുളി ചെയ്തത്? അക്കാലഘട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ പാപം വഹിക്കുവാൻ വേണ്ടി പാപമില്ലാത്ത ഒരു ആട്ടുകുട്ടിയുടെ രക്തം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ജനം പാപം ചെയ്യുമ്പോൾ അവർക്ക് പകരം ഒരു ആട്ടുകുട്ടിയെ, ചെമ്മരിയാടിനെ കൊണ്ടുവരണം. ആ ചെമ്മരിയാടിൻ്റെ അവിടെ മുമ്പിൽ വെച്ച് ആമേൻ അതിനെ അറുത്ത് അതിൻ്റെ രക്തം യാഗപീഠത്തിന് മേൽ തളിക്കണം. അത് കഴിഞ്ഞാൽ കൊണ്ടുവന്ന ആളിന് പാപനിമിത്തനായി, പാപമില്ലാത്തവനായി, പാപത്തോടെ വന്നവൻ ആമേൻ പാപമില്ലാത്തവനായി തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഒരു പ്രമാണം ആ കാലങ്ങളിൽ കൊടുത്തിരുന്നു. എന്ന് വെച്ചാൽ, നീയും ഞാനും പാപം ചെയ്തപ്പോൾ നിൻ്റെയും എൻ്റെയും പാപം അവൻ പാപമില്ലാത്ത ഒരു വ്യക്തി വഹിക്കണമായിരുന്നു. അതിന് ആമേൻ മുന്നോരണമായി, ആമേൻ അതിനൊരു ഉദാഹരണമായാണ് പഴയ കാലഘട്ടത്തിൽ ഈ ഒരു നിയമം കൊടുത്തിരുന്നത്. അവിടെ പറയുന്നുണ്ട്, കൊണ്ടുവരുന്ന ആട്ടുകുട്ടി ആണായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കണക്റ്റ് ആവുന്നുണ്ടോ? ആമേൻ. ഓർക്കണമേ, ഞാൻ പറയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗത എന്ന മലയിൽ, ആമേൻ തലയോടം എന്ന് പറയുന്ന ആ മലയിൽ ആമേൻ ഒരു വ്യക്തി ആമേൻ അറക്കപ്പെട്ടു. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെയും എൻ്റെയും പാപം ആമേൻ പാവമില്ലാത്ത ഒരുവൻ ചുമക്കുവാൻ തുടങ്ങി. ആമേൻ കാൽവരി ഓളം അവൻ
ആ പാപം ചുമന്നു. ആമേൻ. തലയോടെന്ന് പറയുന്ന ആമേൻ ആ സ്ഥലത്ത് താൻ പോയിട്ട് ആമേൻ ആമേൻ താൻ അവിടെ മരിക്കുവാനിടയായി മാറി. ഹല്ലേലൂയ. പഴയ കാലഘട്ടത്തിൽ ആമേൻ ജനം ചെയ്യുന്ന പാവത്തിന് പാവമില്ലാത്ത ഒരു ആട്ടുകുട്ടി അറുക്കപ്പെട്ടതുപോലെ ആമേൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നിനക്കും എനിക്കും വേണ്ടി ആമേൻ പാവമില്ലാത്ത എൻ്റെ ദൈവം, പാവമില്ലാത്ത എൻ്റെ യേശു നിനക്ക് വേണ്ടി കാൽവരിക്കുന്നിൽ പിടഞ്ഞു മരിച്ചു. ഹല്ലേലൂയ. പലരിടത്തും വിധിക്കുവാൻ നിന്നപ്പോൾ നീ തെറ്റ് ചെയ്തില്ലെന്ന് പറ, ആമേൻ നിന്നെ വെറുതെ വിടാമെന്ന് പലരും പറഞ്ഞപ്പോൾ, പല രാജാക്കന്മാരും പറഞ്ഞപ്പോൾ അവിടെയെല്ലാം മൗനമായി നിന്നത് എന്തുകൊണ്ടെന്നറിയാമോ? താൻ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, നിൻ്റെയും എൻ്റെയും തെറ്റും നിൻ്റെയും എൻ്റെയും പാപം അവൻ്റെ ചുമരിലുള്ളത് കൊണ്ട് അവനറിയാം. ആമൻ പാവമില്ലാത്ത ഞാൻ അവൻ്റെയും എവൻ്റെയും പാവങ്ങൾ, നിൻ്റെയും എൻ്റെയും പാവങ്ങൾ അവൻ്റെ ചുമരിൽ മേലിരുന്നത് കൊണ്ട് അവൻ അവിടെയെല്ലാം മൗനമായി നിന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഒരു ആണാടിനെ അറുക്കണം. ആ രക്തം അവൻ യാഗപീഠത്തിൽ തളിച്ചാൽ മാത്രമേ യാഗം പൂർത്തിയാകുള്ളൂ. ആ വ്യക്തിക്ക് അവൻ പാവമില്ലാതെ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു കാൽവരിക്കുന്നിൽ രക്തം അവൻ്റെ അവസാനത്തുള്ള രക്തം വരെ നിനക്കും എനിക്കും വേണ്ടി ചിന്തിയത്. ഞാൻ ചരിത്രം നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി സന്തോഷമായ ഒരു കാര്യം എന്നറിയാവും. ഇവിടെ പറയുന്നുണ്ട്, ആസാഫ് പറയുന്നുണ്ട്, വടക്ക് നിന്നാണ് ഉയർച്ച വരുന്നത്. ആസാഫിനറിയാം ആട് വടക്ക് വശത്താണ് അറുക്കപ്പെടുന്നത്. ആട് വടക്ക് വശത്ത് വെച്ച് അറുക്കപ്പെടുന്നത് കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ച വരുന്നു. ഹല്ലേലൂയ. ഓർക്കണമേ, ഞാൻ ചരിത്രം നോക്കിയപ്പോൾ വിക്കിപീഡിയ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിനെ അടക്കിയത് ജെറുസലേമിന് പുറത്ത് വെച്ചിട്ടാണ്. എന്നാൽ ആ ഗോൽഗോഥ മല ചരിത്രം പറയുന്നുണ്ട് അതൊരു വടക്ക് വശത്തായിരുന്നു കാണപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആമേൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയുടെ പാപം ചുമക്കുവാൻ വേണ്ടി വടക്ക് വശത്ത് എങ്ങനെ ഭാഗത്ത് വെച്ച് അറുക്കപ്പെട്ടു, അതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെയും എൻ്റെയും പാപത്തിന് വേണ്ടി എൻ്റെ യേശു കാൽവരിക്കുന്നിൽ, അതും വടക്ക് വശത്ത്, വടക്ക് ഭാഗത്ത് അവൻ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, മറ്റൊരുവനും രക്ഷയില്ലെന്ന്, നീ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനിക്ക് ഭൂമിയുടെ മുകളിൽ വേറൊരു നാമമില്ല. ഉയർച്ചയ്ക്ക് വേണ്ടി നീ പല സ്ഥലങ്ങളിൽ ഓടാം, പല അമ്പലങ്ങളിൽ പോകാം, പല നേർച്ചകളും ഇടാം, പല വഴിപാടുകളും ഇടാം. എന്നാൽ ഇതൊന്നും പ്രയോജനപ്പെടില്ലെന്നേ. ഇതൊന്നും നിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി മാറില്ല. ഇന്ന് നിൻ്റെ ഉയർച്ചയ്ക്ക് അത്യാവശ്യം അത് നീ വിചാരിച്ചാലേ നടക്കുള്ളൂ. അത് നിൻ്റെ മാനസാന്തരമാണ്. നിൻ്റെ ജീവിതത്തിൽ തകർച്ചയ്ക്കും നിൻ്റെ ജീവിതത്തിൽ പരാജയത്തിനും നിൻ്റെ ജീവിതത്തിലെ കണ്ണീരിനും കാരണം അത് നീ തന്നെയാണ്. ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിക്കാമോ? ദൈവമേ, ഉയർച്ച വരുന്നു. ആസാഫ് പറയുന്നു അത് വടക്ക് നിന്നാണ്. നീ എനിക്ക് വേണ്ടി വടക്ക് ഭാഗത്ത് കാൽവരിക്കുന്നിൽ തൂങ്ങി മരിച്ചു. എൻ്റെ പാവത്തിന് വേണ്ടി തൂങ്ങി മരിച്ചവൻ, ശപിക്കപ്പെട്ടവൻ, ശാപമില്ലാത്തവൻ, പാവമില്ലാത്തവൻ, നിൻ്റെയും എൻ്റെയും ശാപം അവൻ വഹിച്ചു. എന്തുകൊണ്ടെന്നറിയാവോ? നിനക്കും എനിക്കും വേണ്ടി അവനൊരു നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ നന്മകളും ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളെല്ലാം താൽക്കാലികമാണ്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെ വിട്ടുപോകും. എന്നാൽ വിട്ടുപോകാത്തൊന്നുണ്ട്, ഈ ആത്മാവ്, വിലയേറപ്പെട്ട നിൻ്റെയും എൻ്റെ ആത്മാവ്. അത് നിത്യതയോളം നിത്യതയിൽ വസിക്കണമെങ്കിൽ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വേണം. ചില തീരുമാനങ്ങൾ എടുക്കുക, ചിലത് വിടേണ്ടത് വിട്. ഞാൻ ഇന്ന് ഒരു ബ്രദറിനോട് സംസാരിച്ചു. മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്, ഞാൻ സ്നാനമെടുത്ത വ്യക്തിയാണ്. എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ തൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ പറ്റുന്നില്ല. താൻ എന്നോട് ദുഃഖത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ, നീ ഇപ്പോൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചാലും നീ ഇതുവരെ ചെയ്ത പാപം ക്ഷമിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. പറഞ്ഞു, ബ്രദർ, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ, എൻ്റെ വീട്ടിലെ അവസ്ഥകൾ കാണുമ്പോൾ എൻ്റെ വായിൽ അനാവശ്യ വാക്കുകൾ വീണു പോകുന്നു. ഞാൻ ചീത്ത വിളിക്കുന്നു, ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട്, എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ച് പോകുന്നത് കൊണ്ടാണ് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ ഇന്ന് ദൈവം കൺട്രോൾ ചെയ്യും എന്നെ. ഈ സിറ്റുവേഷൻ ദൈവം എന്നെ നടത്തുമെന്ന് പറഞ്ഞു നോക്ക്. ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദൈവം നിന്നെ വഴി നടത്തും. ഇന്ന് ഇതേ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ. ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല.
ആമേൻ. ചിലർ നന്മ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വീണ് കിടക്കുകയാണ്. എന്നാൽ ഉയർച്ചയുണ്ട്, നന്മയുണ്ട്. അതിന് ഇന്ന് നീ തന്നെ ഒരു തീരുമാനമെടുക്കണം. ദൈവമേ, എനിക്ക് വേണ്ടി നീ ആമേൻ കാൽവരിക്കുന്നിൽ ചിന്തിയ രക്തം, ആ രക്തം എനിക്ക് വേണ്ടിയാണ് നീ ചിന്തിയത്, എൻ്റെ പാപത്തിന് വേണ്ടി. ആമേൻ. അത് നിന്നെ നിത്യത്തിൽ കൊണ്ടുപോകാൻ മാത്രമല്ല, ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കുവാൻ ആവശ്യമായുള്ള നന്മകളും തരുമെന്ന്. ആമേൻ. നീ ഈ നന്മകൾ മാത്രം നോക്കി ഓടണ്ട. നിത്യത്തിൽ നിനക്കൊരു നന്മ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിത്യത്തിൽ അവൻ നിനക്കൊരു വാസസ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാനും ലോകത്തിനെ നോക്കുമ്പോൾ ഞാനും പതറാറുണ്ട്, ഞാനും വേദനിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ആദ്യം പോയി വീഴുന്ന സ്ഥലം എവിടെയെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ വീഴാറുണ്ട്, മുട്ടുമിൽ നിന്ന് കരയാറുണ്ട് മറുപടിക്ക് വേണ്ടി. അവൻ എന്നെ പഠിപ്പിക്കും, ഇന്ന ആളോട് സംസാരിക്കും, ഇന്ന വ്യക്തിയെ ഞാൻ നിനക്ക് അയക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്നും അയച്ചു. ചില പ്രതികൂലങ്ങളും കഷ്ടത വരുമ്പോൾ ഞാൻ ഇതിന് ആരുടെ നിന്നാണ് മറുപടി ചോദിക്കേണ്ടത്? ആരാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ സഹായിക്കുവാൻ പറ്റും? ദൈവസന്നിധിയിൽ നീ മുട്ടുകുത്തുമ്പോൾ അവൻ നിൻ്റെ അടുത്ത് ആൾക്കാരെ അയക്കും. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ എങ്ങനെ ഈ കാര്യത്തിൽ നിന്നും ഒരു തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ അതിന് ഏറ്റ തീരുമാനം ആയിട്ട് ദൈവം ചിലവരെ അയക്കും. ഞാൻ തേടിപ്പോയാൽ അത് തെറ്റിലോട്ട് മാറും. എന്നാൽ ദൈവം ഒരു വ്യക്തിയെ നമ്മളുടെ അടുത്ത് അയക്കുമ്പോൾ ആ വ്യക്തി നിത്യതയിലേക്കും ആ കാര്യത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്. അവൻ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അവൻ നിശ്ചയമായിട്ട് ഉയർത്തും. എന്നാൽ ഈ ലോകത്തിലെ നന്മകൾ മാത്രം നോക്കി ഓടരുതേ. ഒരു നിത്യത നിനക്കും എനിക്കും വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വടക്ക് നിന്ന് ആസാഫിന് പറയുന്നു, ഉയർച്ച വരുന്നു. വടക്ക് നിന്ന ഒരു ആട്ടുകുട്ടി നിനക്കും എനിക്കും വേണ്ടി ആർക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് ഒരു തീരുമാനമെടുക്കുക. ദൈവമേ, ഞാൻ എനിക്ക് വേണ്ടിയാണ് നീ അറക്കപ്പെട്ടതെന്ന്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് നീ ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ മകനായി മകളായി എന്നെ മാറ്റണമേ എന്ന് ഇന്ന് ദൈവത്തോട് ചോദിക്കാൻ നീ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ ഉയർച്ച വരും. ആ ഉയർച്ച ഈ ഭൂമിയിൽ മാത്രമല്ല, അത് നിൻ്റെ നിത്യതയിലേക്കും കൊണ്ടെത്തിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. ദൈവമേ, അവൻ്റെ കരങ്ങളിലേക്ക് ഈ വചനം തരുന്നപ്പോൾ കേട്ട് ഓരോരുത്തർക്കും ഈ വചനം പ്രയോജനപ്പെടുന്ന നന്ദി. എനിക്ക് പ്രയോജനപ്പെട്ട പോലെ കേൾക്കുന്നവർക്കും പ്രയോജനപ്പെട്ട നന്ദി. ഉയർച്ച വരുന്നു. നിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ഉയർച്ച ഈ ലോകത്തിലുള്ള നന്മകൾക്ക് മാത്രമല്ല, അത് നിത്യതയിലേക്കും കൊണ്ടെത്തിക്കുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ സുരക്ഷ പിതാവേ, ആമേൻ.